കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിനു കാരുണ്യമനന്തമാണ്, നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യമനന്തമാണ്. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഉണ്ണീഷ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, ഞാൻ പോയി ഉണ്ണി എവിടെ നോക്കിയിട്ട് വരാം. ഞാനിതൊന്ന് വേഗം തീർക്കട്ടെ, നാളെ കൊടുക്കേണ്ടതാണ്. ഈശോ, നീ എവിടെയാ? ഉണ്ണി, ഉണ്ണി. ഈശോ, ഉണ്ണിയേ, നീ എവിടെയാ? ഉണ്ണീശോ, ഉണ്ണി. ഓ ദൈവമേ, ഞാൻ അങ്ങിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു.
ഇസ്രായേലിന്റെ കർത്താവായ അങ്ങാണ് മറഞ്ഞിരിക്കുന്നതെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്റെ മകനെ, നീ എവിടെ പോയിരുന്നു? നീ എന്നിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞിരുന്നത് എന്താണ്? ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. അമ്മ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് അമ്മ അറിയുന്നില്ലേ? അതെനിക്കറിയാം, എനിക്കത് ഇഷ്ടവുമാണ്. എന്നാലും നിന്നെ കാണാതാവുമ്പോൾ കണ്ടെത്തും വരെ ഞാൻ അന്വേഷിക്കുകയും വേണം. അതെ, അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും. പക്ഷേ ഞാൻ എപ്പോഴും അമ്മയോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ ഒന്നാണ്. അങ്ങൻ്റെ അമ്മയാണ്, ദൈവപുത്രന്റെ അമ്മ. അതെ, എന്റെ പൊന്നു മകനെ, വിലമതിക്കാനാവാത്ത സമ്മാനം, വളരെ പ്രത്യേകതയുള്ള സമ്മാനം, മനുഷ്യകുലത്തിലെ മറ്റാർക്കും കിട്ടാത്ത ബഹുമതി. ആഹാ, നല്ല ഭംഗിയുള്ള പൂവാണല്ലോ. ഇതിനേക്കാൾ മനോഹരമായ പൂവ് എന്റെ കയ്യിലുണ്ടല്ലോ. അതേതു പൂവാ? എവിടെ നോക്കട്ടെ. അതെന്റെ അമ്മയാണ്. ദേവന്മാരുടെ ദൈവത്തിനു നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യമനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യമനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യമനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യമനന്തമാണ്. കർത്താവിനു നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഓ ദൈവമേ, എന്താ? എന്തുപറ്റി? എന്തുപറ്റി? ഓ എനിക്കൊരബദ്ധം പറ്റി. ഇതിന്റെ അളവ് തെറ്റിപ്പോയി. ഒന്ന് ചെറുതായിപ്പോയി. ഓ, ഇനി അത് വീണ്ടും പണിയണം അല്ലേ? അതെ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഇതിന് പറ്റിയ തടിയും വേറെയില്ല. എന്റെ ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? ഇതിന്ന് തന്നെ കൊടുക്കേണ്ടതാണ്. വിശ്വസിക്കുക, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കും യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല.
യേശുവേ നന്ദി, ദൈവമേ നന്ദി, നന്ദി. സൃഷ്ടാവായ ദൈവമേ അങ്ങേക്ക് നന്ദി. കർത്താവിന് നന്ദി പറയുവൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഗുരു, ഹൃദയശുദ്ധി എങ്ങനെ ലഭിക്കും? ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയും. ഭക്ഷണം വന്നു, വിശക്കുന്നു, വിശക്കുന്നു. വിശക്കുന്നു, എനിക്കും കുറച്ചതാ. ഇല്ല, ഇതെനിക്ക് വേണം, വിശന്നിട്ട് വയ്യ. എത്ര ദിവസമായി മതിയാവോളം ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ദേ, വലിയപ്പന് തീരെ വയ്യ. വലിയപ്പനെങ്കിലും കുറച്ച് കൊടുക്ക്. ഓ, അത് ശരിയാണ്. വിശപ്പ് കാരണം ഞാൻ ഓർത്തില്ല. ഇത് ഞാൻ വലിയപ്പന് കൊടുക്കാം. ദൈവത്തിന് സ്തുതി. വീണ്ടും ആരോ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, ഈ ദുരിതങ്ങളിലേക്ക് ഒരാൾ കൂടിയോ? മോശയുടെ നിയമപ്രകാരം കുഷ്ഠം ബാധിക്കുന്നവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകണം. പുരോഹിതൻ അവനെ പരിശോധിക്കണം. ശരീരത്തിലെ തടിപ്പും ആ ഭാഗത്തെ രോമവും വെളുത്തിരിക്കുകയും അതിൽ ചലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ്. അവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കും. ഇവൻ അശുദ്ധനാണ്. ഇവനെ പാളയത്തിന് വെളിയിലാക്കുക. എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്നെ എവിടെ നിർത്തിയാൽ മറ്റുള്ളവർക്കും പകരില്ലേ? എന്നെ ഉപേക്ഷിക്കല്ലേ. ഓ എന്റെ ദൈവമേ, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട. അവരെന്നെ ഉപേക്ഷിച്ചു,
അവരെന്നെ ഉപേക്ഷിച്ചു. ആർക്കും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട. ആർക്കും നിന്നെ വേണ്ടെങ്കിലും ഞങ്ങൾ നിന്നെ സ്വീകരിക്കും. ഞങ്ങളും ഇതുപോലെ തിരസ്കരിക്കപ്പെട്ടവരാണ്. ദൈവം മാത്രമാണ് നിങ്ങളിലുണ്ടോ നമ്മുടെ ആശ്രയം. അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നു? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും ആരുടെ പ്രവാചകന്മാരും. ശബ്ദമാണത്? ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മലമുകളിൽ ആശ്വസിപ്പിക്കാനും, നിന്നാണല്ലോ കേൾക്കുന്നത്. തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും, കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും, വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. യേശുവിന്റെ സ്വരമാണത്. അവിടുത്തെ വചനം എനിക്ക് സമാശ്വാസം തരുന്നു. യേശുവിന്റെ വചനം ആത്മാവും ജീവനുമാണ്. എനിക്ക് പ്രത്യാശയുണ്ട്. എന്ത് പ്രത്യാശ? കുഷ്ഠം ആർക്കും മാറ്റാൻ കഴിയില്ല. ഇല്ല, എനിക്ക് പ്രത്യാശയുണ്ട്. യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേറെ ആരിലും രക്ഷയില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ യേശുവിന്റെ അടുത്തേക്ക് പോകും. പോകരുത്. നിയമമനുസരിച്ച് അങ്ങനെ പോകാൻ പാടില്ല. ഇല്ല, ഞാൻ പോകും. ഞാൻ യേശുവിന്റെ അടുത്തേക്ക് പോകും. അങ്ങോട്ട് പോയാൽ നിന്നെ ഒരു കല്ലെറിഞ്ഞു കൊല്ലും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. യേശുവാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അവന്റെ അടുത്തേക്ക് പോകും. ഇല്ല, ഞാൻ പോകും. ഞാൻ യേശുവിന്റെ അടുത്തേക്ക് പോകും. യേശുവാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അവന്റെ അടുത്ത് പോകും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർ യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. എടുത്തുകൊണ്ടു അങ്ങ് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. എത്ര നല്ല കാര്യങ്ങൾ! ആശ്ചര്യമായിരിക്കുന്നു. ഇത്രയും അർത്ഥവത്തായ വചനങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടേയില്ല. ഇതാണ് സദ്വാർത്ത. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ
എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കുഷ്ഠരോഗിയെ തൊടുന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. കർത്താവേ, എന്റെ ദൈവമേ, അങ്ങാണ് എന്റെ രക്ഷകൻ. നന്ദി ഗുരു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. അതെ, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ. വെള്ളമായ സൃഷ്ടിയെ വീഞ്ഞായ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതുപോലെ സത്ത മാറ്റിയിരിക്കുന്നു. നന്ദി ദൈവമേ. ഇപ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. നന്ദി കർത്താവേ. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. സകല ജനതകളെയും ഗ്രസിച്ചിരിക്കുന്ന പാപമെന്ന പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷ കൈവന്നിരിക്കുന്നു. നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക.